ഇത് ഒരു രാഷ്ട്രീയ തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഇതാണ്. സഖാവ് പിണറായി വിജയൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണേ 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 എന്നാണ് പിണറായി വിജയൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് ചിരിയോട് ചിരി നടത്തിയാണ് ശ്രീ പിണറായി വിജയൻ. എന്താണ് സംഭവം? എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം? അതായത് കേരളത്തിലെ മെയ് 4 വോട്ടെണ്ണുമ്പോൾ വി ഡി സതീശൻ്റെ മുന്നണി, കോൺഗ്രസിൻ്റെ UDF മുന്നണി അധികാരത്തിൽ വന്നാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് പൂർണ്ണമായും കാലിയാണ്. അങ്ങനെ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവുള്ള സർക്കാർ അതിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ പ്രാർത്ഥിച്ചിട്ട് ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം ഇതാണ്. നേപ്പാളിലെ ധനകാര്യമന്ത്രിയെ നാട്ടുകാർ പട്ടിയെപ്പോലെ റോഡിലിട്ട് തല്ലിക്കൊന്ന സംഭവമാണ് ശ്രീ പിണറായി വിജയൻ ഓർത്തോർത്ത് ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ 2026 മെയ് 4 ശേഷം കേരളത്തിൽ അധികാരത്തിൽ വരുന്ന മന്ത്രിസഭയ്ക്ക് നേരിടേണ്ടി വരിക ഏറ്റവും ദുർഘടമായ, അതീവ ക്രൂരമായ അനുഭവങ്ങളാണ്. കാരണം ഖജനാവിൽ പണമില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത ഒരു സർക്കാരായിരിക്കും അധികാരത്തിൽ വരിക. അതിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വി ഡി സതീശന് കിട്ടണേ എന്നാണ് പിണറായി വിജയൻ പ്രാർത്ഥിക്കുന്നതും. ഓർത്തോർത്ത് ചിരിക്കുന്ന ആ രംഗം ശ്രീലങ്കയിലും നേപ്പാളിലും ജനങ്ങൾ, അധികാരികളെ, മന്ത്രിമാരെ റോഡിലിട്ട് തല്ലിക്കൊല്ലുന്ന ആ രംഗങ്ങൾ മനസ്സിലോർത്ത് ശ്രീ പിണറായി വിജയൻ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവമേ, വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണേ എന്നാണ്. എന്നിട്ട് ഓർത്തോർത്ത് ചിരിക്കുകയാണ്. ഇവിടുത്തെ സംസ്ഥാനത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ കിടന്ന് തെണ്ടുന്ന ഒരു സർക്കാരിനെ മനസ്സിൽ കണ്ട് പിണറായി വിജയൻ ചിരിയോട് ചിരി നടത്തിയാണ് പ്രാർത്ഥിക്കുന്നു. ഇതൊരു മുൾക്കിരീടമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. കേരളത്തിൻ്റെ 3 പതിറ്റാണ്ട് കേരളം ഭരിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് വേണ്ട. ആ ഭാഗ്യം, ആ നിർഭാഗ്യം, ആ മുൾക്കിരീടം വി ഡി സതീശന് കൊടുക്കണേ എന്നാണ് പിണറായി വിജയൻ പ്രാർത്ഥിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങളുടെ കൺമുന്നിൽ വരുമ്പോൾ, അതായത് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഒരു സാമ്പത്തിക വർഷം വരുന്നു, ഏപ്രിൽ 1 തൊട്ട്. അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ഏതാണ്ട് 40,000 കോടിയോളം കടമെടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ കേരള ഗവൺമെൻറ്റിനുള്ളൂ. അത് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരുപക്ഷെ ഓണം കഴിഞ്ഞിട്ട് ആ ഓപ്ഷനും കൂടെ തീരും. അങ്ങനെ ഖജനാവിൽ പൂച്ച മാത്രമല്ല
ആന പോലും പ്രസവിച്ച് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പോവുകയാണെന്ന് പിണറായി വിജയൻ അറിയാം. ആ അവസ്ഥയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തീക്കളിയായിരിക്കും. അങ്ങനെയുള്ള ഖജനാവ് കാലിയായ, ആന പെറ്റുകിടക്കാൻ പോകുന്ന ഖജനാവ് ഉള്ള കേരള ഗവൺമെൻറ്റിനെ നയിക്കാനുള്ള മുഖ്യമന്ത്രിയാവാൻ വി.ഡി. സതീശന് വളരെ സസന്തോഷം അനുവാദം കൊടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. അങ്ങനെയുള്ള ഒരു മുൾക്കിരീടം എനിക്ക് തരല്ലേ എന്നാണ് ശ്രീ പിണറായി വിജയൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ താമസിയാതെ ഏകദേശം ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളാകുമ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ നട്ടം തിരിയുന്ന ഒരു സർക്കാരായിരിക്കും ഇവിടെ അധികാരത്തിൽ വരിക. അതിൻ്റെ നേതാവ് വി.ഡി. സതീശൻ തന്നെയായിരിക്കണേ എന്നും ശ്രീലങ്കയിലും നേപ്പാളിലും നടന്നതുപോലെ ഉള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവണേ എന്നും കൂടിയാണ് ശ്രീ പിണറായി വിജയൻ പ്രാർത്ഥിക്കുന്നത്. അത് നമുക്ക് നേരിട്ട് ഏതാണ്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നേരിട്ട് കാണുവാൻ സാധിക്കും.